ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ഒരു മോർണിംഗ് ഗ്ലോറി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട്. ആരാധനയിൽ കടന്നു വരണം, പങ്കെടുക്കണം. ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ കോട്ടയ്ക്കലിൽ നിന്ന് ശ്രീധരൻ ആൻഡ് ഫാമിലിയാണ്. താങ്ക് യു ശ്രീധരൻ ആൻഡ് ഫാമിലി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, മകൻ റോഷന് ബിസിനസ് തുടങ്ങുവാനുള്ള സാമ്പത്തികമുണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വീടിൻ്റെ പണി പൂർത്തിയാകുവാൻ, ഭവനത്തിലെ എല്ലാവർക്കും പൂർണ്ണമായ രോഗസൗഖ്യം ലഭിക്കുവാൻ, മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിച്ച് മാനിക്കണമേ, ഉയർത്തണമേ കർത്താവെ. ദൈവ പദ്ധതികളെ വെളിപ്പെടുത്തണമേ കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. കർത്താവ് ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എല്ലാ മേഖലകളിലും വിജയം വരിക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു 1500-ലധികം എപ്പിസോഡുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ നമ്മൾ ഈ മോർണിംഗ് ഗ്ലോറിയുമായിട്ടിരിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഒത്തിരി സ്റ്റഡി സീരീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരെണ്ണം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലൈഫിൽ ഒരു വലിയ പാരഡൈം ഷിഫ്റ്റ് നൽകാനും നിങ്ങളുടെ ലൈഫിൻ്റെ ശരിയായ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്ന തരത്തിലുള്ള മെസ്സേജാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതിൽ 7 മേഖലകളിൽ വിജയം കൈവരിക്കുമ്പോഴാണ് ഒരാളെ ജീവിതത്തിൽ സക്സസ് ആണെന്ന് പറയാൻ കഴിയും. എന്നാൽ ലോകത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ജാവലിൻ ത്രോ, പോൾ വോൾട്ട്, ഷൂട്ടിംഗ്, അതുപോലെ മാരത്തൺ, സ്പ്രിൻറ്റ് തുടങ്ങി ഏതെങ്കിലുമൊക്കെ കായിക ഇനങ്ങളിലോ അല്ലെങ്കിൽ മൂവി ആക്ടറായിട്ടോ ക്രിക്കറ്റിലോ അതുപോലെ ഫുട്ബോളിലോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ടീച്ചിങ് ഫീൽഡിലോ ഡോക്ടറായിട്ടൊക്കെ പേരെടുത്ത് ഒരു വലിയൊരു പ്രൊഫൈൽ സക്സസ്ഫുള്ളായി എന്ന് ലോകം പറയുമ്പോൾ, ദൈവം നോക്കുമ്പോൾ ഈ ആൾ സക്സസ്ഫുള്ളാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ ആർ യു സക്സസ്ഫുൾ ഇൻ ദ ഐസ് ഓഫ് യുവർ ക്രിയേറ്റർ, ഇൻ ദ ഐസ് ഓഫ് യുവർ മേക്കർ? ഇതാണ് ചോദ്യം. അപ്പം അതിൽ നമ്മൾ കണ്ടു 7 മേഖലകളിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് സ്പിരിച്വൽ ഗ്രോത്ത്. ആത്മീയമായി വളരണം. 2 ബാലന്മാർ ദൈവസന്നിധിയിൽ വളരുന്നത് നമ്മൾ കാണുന്നു. ലൂക്കോസ് 1:80 ലൂക്കോസ് 2:52. ആദ്യത്തേതിൽ സ്നാപകയോഹന്നാൻ്റെ വളർച്ചയാണ് 30 വർഷം. രണ്ടാമത്തേതിൽ യേശുവിൻ്റെ വളർച്ചയാണ് 30 വർഷം. അവർ 2 പേരും വളരുന്നു. 2 പേര് ഹിസ്റ്ററി മേക്കേഴ്സാണ്. ഒരാൾ വഴിയൊരുക്കുന്നു, മറ്റേ വഴിയാണ്. അങ്ങനെ ആത്മീയ വളർച്ചയുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. രണ്ടാമത്തെ മേഖല മാനസിക വളർച്ചയാണ്. എത്ര പ്രായമായാലും മനസ്സിന് വളർച്ചയില്ലാതെ, മാനസിക പക്വതയില്ലാതെ പലരും ജീവിക്കാറുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, ബന്ധങ്ങളിലെ അകൽച്ചകൾ ഇതൊക്കെ വരുന്നത്. മാനസികമായി നമ്മൾ വളരുമ്പോൾ ഭയങ്ങൾ നമ്മളെ വിട്ടുമാറും, സ്ഥിരതയുണ്ടാകും, ഉറപ്പുണ്ടാകും, ധൈര്യമുണ്ടാകും. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു.
ഇനി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായി ചില കാര്യങ്ങൾ കൂടെ മാനസിക വളർച്ചയുമായി കണക്ട് ചെയ്ത് ചില വചനങ്ങൾ കൂടെ ഞാൻ തരാമ്പോൾ ആരും റെഡി? നോട്ട്ബുക്കിൽ എഴുതുക, അല്പം വെള്ളം എന്തെങ്കിലും എടുത്തു വയ്ക്കുക, ബൈബിൾ എടുത്തു വയ്ക്കുക, ടൈപ്പ് ചെയ്യുന്നവർ ടൈപ്പ് ചെയ്യുക. കഴിവതും ഞാൻ പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ചോദ്യങ്ങളൊക്കെ അവിടെ ഇടാം. God provides supernatural peace that protects the mind and heart. നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മാനുഷികമായ നിലവാരത്തിനപ്പുറത്തുള്ള, എങ്ങനെ അതിനെ പറയേണ്ടത്, സൂപ്പർ നാച്ചുറലായ അമാനുഷികമായ സമാധാനത്താൽ നിറയ്ക്കാൻ കർത്താവിന് സാധിക്കും. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെ. Do not be anxious about anything, but in every situation present your requests to God. And the peace of God will guard your hearts and your minds in Christ Jesus. സാധാരണ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളൊരു ഭാഗമാണ്, എങ്കിലും നമുക്കൊന്ന് നോക്കണം. ഫിലിപ്പ് ലേഖനം 4:6-7 വചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ടെൻഷൻ, സ്ട്രെസ്, വറി, ഇതെപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ചില പ്രശ്നങ്ങളാണ്. ആധുനിക മനുഷ്യനെ ഭയങ്കരമായി വേട്ടയാടുന്ന ഒന്നാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ചിന്താകുലങ്ങൾ വേണ്ട. എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, ഈ ഭയങ്കരമായ ആവശ്യങ്ങൾ വരുമ്പോഴാണല്ലോ, ബുദ്ധി മുട്ടി നിൽക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ വല്ലാതെ ക്ലേശിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. സ്തോത്രത്തോടുകൂടി നന്ദിയോടുകൂടി ഇത് ഞാൻ വിശദീകരിച്ച് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ റിസൾട്ടാണ് വളരെ രസകരമായി തോന്നുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇംഗ്ലീഷിൽ will guard your hearts and your minds in Christ Jesus. മാനസികമായി ഇതുപോലൊരു സ്റ്റെബിലിറ്റി, സ്വസ്ഥത, സമാധാനം നമുക്കെല്ലാം ആവശ്യമാണ്. ആ ഒരു ഇക്വിലിബ്രിയം കറക്റ്റ് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ശരിയാകുകയുള്ളൂ. വളരെ പ്രശസ്തരെന്നറിയപ്പെടുന്നവർ പോലും അവരുടെ ജീവിതത്തിൻ്റെ സായങ്കാലത്തിലേക്ക് വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. വളരെ എന്ന് വെച്ചാൽ പ്രശസ്തിക്ക് ഒരിക്കലും കുറവില്ലാത്ത ഫിലിം സ്റ്റാർസ്, മൂവി സ്റ്റാർസ്, ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള ഫിലിം സ്റ്റാർസ് ഫ്ലാറ്റിൽ മരിച്ചതായി കാണുന്നു. വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങിയതാണ്, ഒത്തിരി ആരാധകരെ സമ്പാദിച്ചതാണ്. കണക്കാക്കാൻ കഴിയുന്നതിൽ അധികം സമ്പത്തുണ്ടായി. പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാനോ പിടിച്ചു നിർത്താനോ കഴിയാതെ സ്വയം ജീവിതം ഒടുക്കുന്നു. ഈ പ്രവണത വർദ്ധിച്ചു വരികയാണ്. അപ്പം ജീവിത വിജയം എന്ന് പറയുന്നത് ഹോളിവുഡിലോ ബോളിവുഡിലോ ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ വലിയ താരമായി സ്റ്റാറായി തിളങ്ങുന്നതല്ല. അതിനപ്പുറത്ത് മനസ്സ് സ്റ്റഡിയായി, മനസ്സിൽ സമാധാനമുള്ളൊരു വ്യക്തിത്വമായി, സ്റ്റേബിളായി ഒക്കെ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലെ വിജയം മൊത്തത്തിലുള്ള പരാജയമായി മാറുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 7 മേഖലകളിലും ഒരു വിജയത്തിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. അതിനു വേണ്ടിയാണ് ഈ സ്റ്റഡി, അതിനു വേണ്ടിയാണ് ഈ വചനങ്ങൾ ഞാൻ പുഷ് ചെയ്ത് തരുന്നത്. ഹലോ. അടുത്തത് കേട്ടോ. Inner transformation starts with mental renewal and leads to a new godly identity. അപ്പം നമ്മുടെ ആന്തരിക രൂപാന്തരം, അകത്തെ മനുഷ്യൻ്റെ രൂപാന്തരം, മൈൻഡിൻ്റെ രൂപാന്തരം, അത് തുടങ്ങുന്നത് മനസ്സിൻ്റെ നവീകരണത്തിലൂടെയാണ്, മാനസിക നവീകരണത്തിലൂടെ. ലീഡ്സ് ടു എ ന്യൂ ഗോഡ്ലി ഐഡൻറ്റിറ്റി. അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ദൈവികമായൊരു പുതിയ, എങ്ങനെ അതിനെ പറയേണ്ടത്,
ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈ റോമലേഖനം 12:2 ആധാരമാക്കിയാണല്ലോ മനസ്സിൻ്റെ നവീകരണം എന്ന ആ വലിയ പ്രോജക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പബ്ലിഷ് ചെയ്തിട്ടുള്ള മനസ്സിൻ്റെ നവീകരണം, റിവൈവൽ റിന്യൂവൽ ഓഫ് ദ മൈൻഡ്, അതിൻ്റെ പുസ്തകം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ ഹാർഡ് കോപ്പി ആയിട്ടും സോഫ്റ്റ് കോപ്പി കിൻഡൽ എഡിഷനുമായിട്ടൊക്കെ ആമസോണിലുണ്ട്. ദയവായത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളത് വായിക്കുക, അല്ലെങ്കിൽ ആമസോണിലൂടെ ഹാർഡ് കോപ്പി വാങ്ങി വായിക്കുക. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറഞ്ഞു, ഈ മനസ്സിൻ്റെ നവീകരണം എന്നുള്ളൊരു പുസ്തകമാണ് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നിറങ്ങിയ മറ്റേതൊരു പുസ്തകത്തെക്കാൾ എന്നെ സ്പർശിച്ചെന്ന് ഒരാളെന്നോട് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെയധികം മനസ്സിൻ്റെ നവീകരണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെ വായിക്കുമ്പോൾ, ബി മെയ്ഡ് ന്യൂ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ മൈൻഡ്സ് ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ സെൽഫ് ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ഗോഡ് ഇൻ ട്രൂ റൈച്ചസ്നെസ് ആൻഡ് ഹോളിനെസ്. ആ ഭാഗം ഒന്നെടുക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള ഭാഗത്ത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, എന്നുവെച്ചാൽ ആ ഓൾഡ് മാൻ, അതിനുപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ അവിടെ ഇംഗ്ലീഷിൽ ക്ലിയർ ആണ്, ബി മെയ്ഡ് ന്യൂ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ മൈൻഡ്സ്. മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് മാറണം. There should be a great change and revolutionary transformation in the attitudinal aspect of the mind. നമ്മുടെ അകത്ത് വലിയ മാറ്റങ്ങൾ നടക്കണം. ചെറിയ കാര്യമൊന്നുമല്ല മക്കളെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കൈ ഉയർത്തി, കർത്താവേ, മാനസികമായി പരിപക്വതയിലേക്ക് എന്നെ വഴി നടത്തണമേ, മാനസികമായി വളരാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ ചിന്തകളിൽ പക്വതയുണ്ടാകട്ടെ, ദൈവിക ജ്ഞാനം എന്നിൽ നിറയട്ടെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ എന്നെ സഹായിക്കണമേ. ആ ഒരു പുതുക്കം ഡെയിലി നമ്മിൽ നടക്കണം. നമ്മളൊരു പരിപക്വതയിലേക്ക് വളരണം. അപ്പോൾ സ്പിരിച്വൽ ഗ്രോത്തിലാണ് ആരംഭിക്കുന്നതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരാൾ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നു. അയാളുടെ ജീവിതകാലം മുഴുവൻ വാസ്തവത്തിൽ ആ സഭയിലായിരിക്കുമ്പോൾ നടക്കുന്നത് മെൻ്റൽ ഗ്രോത്തിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഹലോ 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 ഓക്കെ. അടുത്തത്, God restores and heals the soul. He is your shepherd in emotional and mental renewal. ഇതൊരു ഭയങ്കര സംഭവമാണ്. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്നർ ഹീലിംഗ് സെഷനുകൾ നടക്കാറുണ്ട്. ചിലപ്പോൾ അതിനെ ഇന്നർ ഹീലിംഗ് എന്ന് വിളിക്കും, ചിലപ്പോൾ അതിനെ ഡീപ്പ് ഹീലിംഗ് എന്ന് വിളിക്കും, ചിലപ്പോൾ അതിനെ ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന് വിളിക്കും. പക്ഷേ ഇവിടെ നടക്കുന്നത് അകത്ത് മൈൻഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുരുമ്പും ക്ലാവും അനാവശ്യമായ ഡേർട്ടും പഴയ ചിന്തകളും ജഡമനുഷ്യൻ്റെ സ്വഭാവങ്ങളും ഒക്കെ ഒന്ന് പറിച്ച് ഊരിക്കളഞ്ഞ് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കത്തക്ക രീതിയിൽ ആന്തരിക രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ ഗോഡ് റെസ്റ്റോഴ്സ് ആൻഡ് ഹീൽസ് ദ സോൾ. ദൈവത്തിന് നമ്മുടെ മനസ്സിനെ പുനഃസ്ഥാപിക്കാനും സൗഖ്യമാക്കാനും കഴിയും. ഇനിയുള്ള നിമിഷങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിൽ മുറിവുകളുണ്ട്, നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളുണ്ടെന്നിരിക്കട്ടെ, ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. അടുത്തു വരുന്ന ഡിവൈൻ എക്സ്ചേഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ എത്ര വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാലും, എത്ര വചനം അറിയാമെന്ന് പറഞ്ഞാലും, റെഗുലറായി സഭയിൽ പോകുന്ന ആളാണെന്ന് പറഞ്ഞാലും,
എത്ര സ്വോത്രം പറഞ്ഞാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും, എത്ര വർഷിപ്പ് ലീഡർ ആണെങ്കിലും അകത്ത് കിടക്കുന്ന ചില മുറിവുകളാണ് ജീവിതത്തെ പലതിലും കെട്ടിയിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഹീസ് യുവർ ഷെപ്പേർഡ് ഇൻ ഇമോഷണൽ ആൻഡ് മെൻ്റൽ റിന്യൂവൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 23-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വചനം, ഈ സാം 23 ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ അവിടെ 23:3 കാണുന്ന ഹി റിഫ്രഷസ് മൈ സോൾ, ഹി ഗൈഡ്സ് മീ അലോങ് ദി റൈറ്റ് പാത്സ് ഫോർ ഹിസ് നെയിം സേക്ക്. അവിടെ പറയുന്നത് കണ്ടോ, ഹി റിഫ്രഷസ് മൈ സോൾ, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നാണ് മലയാളത്തിൽ. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കണം, ഹി റിഫ്രഷസ് മൈ സോൾ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ മനസ്സിനെ നവീകരിക്കുന്നു. പക്ഷെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞാൽ ഹീസ് മൈ ഷെപ്പേർഡ്. ചുരുക്കി പറഞ്ഞാൽ ദ ലോർഡ് ഈസ് അവർ ഷെപ്പേർഡ് ഇൻ ഇമോഷണൽ ആൻഡ് മെൻ്റൽ റിന്യൂവൽ. മാനസിക വൈകാരിക മേഖലകളിലുള്ള നവീകരണത്തിനും രൂപാന്തരത്തിനും വേണ്ടി അവൻ എൻ്റെ ഇടയനാകും. ഓ, ദാറ്റ്സ് എ ന്യൂ റെവലേഷൻ. കയറി പിടിച്ചോ. നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ കാര്യത്തിൽ പോലും അവൻ നമ്മുടെ ഇടയനാണ്. ഇൻ അതർ വേർഡ്സ്, മാനസികമായി തകരുമ്പോൾ, ഹലോ ബ്രദർ സിസ്റ്റർ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി, ഭർത്താവ് ഇട്ടിട്ട് പോയി, ഭാര്യ ഇട്ടിട്ട് പോയി, മക്കൾ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെ ഇട്ടിട്ട് പോയി, ഒത്തിരി ചങ്ക് തുറന്ന് സ്നേഹിച്ച ഫ്രണ്ട്സ് ഇട്ടിട്ട് പോയി. നിങ്ങൾ അനുഭവിക്കുന്ന മുറിവ് എന്തുമായിക്കോട്ടെ, ഇഫ് ദ ലോർഡ് ഈസ് യുവർ ഷെപ്പേർഡ്, അതാണ് വചനത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ ഇടയനായതുകൊണ്ട് അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കാൻ, അല്ലെങ്കിൽ മാനസിക മുറിവുകളെ കെട്ടി അവൻ എന്നെ വീണ്ടും റെസ്റ്റോർ ചെയ്ത് റിഫ്രഷ് ചെയ്ത് പഴയതിനേക്കാൾ ശക്തിയോടെ, പൂർവാധിക്യം ശക്തിയോടെ ജീവിതയാത്രയിൽ മുന്നിലേക്ക് കുതിക്കാൻ, മെല്ലെ മെല്ലെ കുനി പോകാനല്ല, ജീവിതയാത്രയിൽ കുതിരയെപ്പോലെ കുതിച്ചോടാൻ, മാൻപയുടെ കാലുകൾ പോലെ വേഗതയുള്ളതാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും. വാവ്! അതാണ് 23-ാം സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ കാണുന്നത്. എവ്രി ഡേ ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഗോഡ്സ് mercy brings hope and healing to the weary mind. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവ്രി ഡേ യു ഹാവ് എ ന്യൂ സ്റ്റാർട്ട്. എല്ലാ ദിവസവും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരികയാണ്. Lamentations 3:22 and 23. Because of the Lord's great love, we are not consumed. His compassions never fail. They are new every morning. Great is your faithfulness. മലയാളത്തിൽ കൂടെ വായിച്ചേക്കാം. മലയാളത്തിൽ ഇങ്ങനെയാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. എത്ര പേര് ഹല്ലേലൂയ പറയും? നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ കരുണയാകുന്നു. ബിക്കോസ് ഓഫ് ദ ലോർഡ്സ് ഗ്രേറ്റ് ലവ്, ചില സ്ഥലത്ത് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ് mercy, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഹിസ് കമ്പാഷൻസ് നെവർ ഫെയിൽ. ഓ, ആരുടെയൊക്കെ പരിശുദ്ധാത്മ പറയാണ്, ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിൽ തീർന്നിട്ടില്ല, അറ്റുപോയിട്ടില്ല, ഉതിർന്നു പോയിട്ടില്ല, തീരാനും പോകുന്നില്ല. ഇനി കേട്ടോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ദൈവത്തിൻ്റെ കരുണ രാവിലെ തോറും പുതിയതാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും ഇന്നലെ എന്ത് സംഭവിച്ചാലും നോ പ്രോബ്ലം. ഇന്ന് യു ഹാവ് എ ന്യൂ സ്റ്റാർട്ട്, യു ഹാവ് എ ന്യൂ ബിഗിനിങ് വിത്ത് ദ കമ്പാഷൻസ് ഓഫ് ഗോഡ്. They are new every morning. His compassions, His mercies are new every morning. And great is your faithfulness. അവൻ്റെ വിശ്വസ്തത എത്ര വലുതാകുന്നു. Praise God. അവൻ്റെ വിശ്വസ്തത എത്ര വലുതാകുന്നു. Wholesome success includes wellness in the mind. നമ്മുടെ പൂർണ്ണ രൂപത്തിലുള്ള വിജയം, പ്രോസ്പെരിറ്റി, സക്സസ് വരുന്നത് പ്രാണനിൽ കൂടെയാണ്, അല്ലെങ്കിൽ മനസ്സിൽ കൂടെയാണ്. 2 John 1:2 കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്. 3 യോഹന്നാൻ 1:2 അതിൽ പറയുന്നു, ഡിയർ ഫ്രണ്ട്, ഐ പ്രേ ദാറ്റ് യു മേ എൻജോയ് ഗുഡ് ഹെൽത്ത്
and that all may go well with you, even as your soul is getting along well. നിൻ്റെ മനസ്സ്, പ്രാണൻ ശുഭമായിരിക്കുന്ന പോലെ എല്ലാറ്റിലും ശുഭവും സുഖവും ഒക്കെ ആകട്ടെ എന്ന് യോഹന്നാൻ പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്പിരിച്വലി ഫോക്കസ്ഡ് മൈൻഡ് സ്റ്റേസ് ആങ്കേർഡ് ആൻഡ് ക്ലിയർ എമിഡ് ലൈഫ്സ് കയോസ്. ജീവിതത്തിൽ പല കയോസ് വരും. കയോസിൻ്റെ എന്താ മലയാളം? എല്ലാം കൂടി തകർന്ന് കൂടിക്കുഴഞ്ഞ് ആകപ്പാടെ പ്രശ്നം ആയിട്ടൊക്കെ പോകാം. ആ സമയത്ത് if you are spiritually focused, if your mind is spiritually focused, you'll be staying anchored. നങ്കൂരം ഇട്ട് ഉറപ്പിച്ചു നിൽക്കുന്നത് പോലെ ദൈവം പിടിച്ചു നിർത്തും. കൊലോസ് ലേഖനം 3:2 പറയുന്നത്, set your minds on things above, not on earthly things. നിങ്ങളുടെ മനസ്സുകൾ എവിടെ ഉറക്കണം? നിങ്ങളുടെ മനസ്സ് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. കുറച്ച് മുമ്പ് ഞാൻ ഈ ഭാഗം പരാമർശിച്ചായിരുന്നു. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്. ഉയരത്തിലുള്ളതിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം, നോട്ട് ഓൺ എർത്ത്ലി തിങ്സ്. ഇന്ന് മുതൽ അതൊന്ന് ചെയ്യാമോ? നമ്മളെപ്പോഴും 24 മണിക്കൂർ ഈ ഭൂമിയിലെ കാര്യങ്ങൾ, കഞ്ഞി കറി, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ, വാടക, പലിശക്കടം, അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് അവിടെ നിന്ന് പറിച്ച് നേരെ ഒന്ന് യേശു കർത്താവ് ഉയരത്തിൽ ഉയർത്തെന്നിട്ടിരിക്കുന്ന ആ വലത് ഭാഗത്ത് കൊണ്ടുപോയി ഒന്ന് ഉറപ്പിച്ച്, കണ്ണുറപ്പിച്ച്, ചിന്തകൾ ഉറപ്പിച്ച് ഒന്ന് ജീവിക്കാൻ പറ്റിയാൽ തന്നെ എത്ര വലിയ സ്വസ്ഥതയാണ്. നമ്മൾ ഈ ഭൗതിക തലത്തിൽ നിന്നും സ്വർഗീയ തലത്തിലേക്ക് നമ്മുടെ ലൈഫ് ഒന്ന് ഉയർന്നു കഴിയുമ്പോൾ തന്നെ എത്ര ആശ്വാസം. എത്ര പേർക്കറിയാം സ്വർഗത്തിൽ ടെൻഷൻ ഇല്ലെന്ന്? എത്ര പേർക്കറിയാം സ്വർഗത്തിൽ ഹാർട്ട് അറ്റാക്ക് ഇല്ല? എത്ര പേർക്കറിയാം സ്വർഗത്തിൽ പഞ്ഞമില്ല, ദാരിദ്ര്യമില്ല, ക്ഷാമമില്ല, റിസഷനില്ല, സ്വർഗത്തിൽ യുദ്ധമില്ല, സ്വർഗത്തിൽ പൂർണ്ണ സമാധാനമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗത്തിലോട്ട്, സ്വർഗതലങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് ഉയർത്തിക്കൊണ്ടുപോകാൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? സോ സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്, നോട്ട് ഓൺ earthly things. അടുത്തത്, ജീസസ് ഓഫേഴ്സ് റെസ്റ്റ് ആൻഡ് റെസ്റ്റോറേഷൻ for those who are mentally, emotionally and physically weary. കർത്താവ് എല്ലാ നിലയും മാനസികമായും വൈകാരികമായും ഒക്കെ തകർന്ന് ഭാരം ചുമക്കുന്നവരോട് കർത്താവ് പറയുന്നത് ഹി ഓഫേഴ്സ് റെസ്റ്റ്, സ്വസ്ഥത തരാമെന്ന് പറയും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സ് വളരണം, രൂപാന്തരപ്പെടണം, നവീകരിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ഒരു വലിയ കാര്യമാണ് സ്വസ്ഥത, സമാധാനം. മുറിവുകളുണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ബ്രോക്കൺ റിലേഷൻഷിപ്സ് വരുമ്പോൾ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ കർത്താവ് പറയാണ്, ഇവിടെ പറയും, കം ടു മീ ഓൾ യു ഹു ആർ വീറി ആൻഡ് ബർഡൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ആന്തരിക സ്വസ്ഥത തരാൻ. ആരുടെയൊക്കെയോ കർത്താവ് ശക്തമായി പറയുകയാണ്. ചങ്കിലോട്ടൊന്ന് കൈവച്ച്, ഇവിടെ നെഞ്ചിൽ കൈവച്ചു. ഞാൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, ഇവിടെയും കൈവെക്കുക, മനസ്സിനകത്ത് വലിയ ദൈവിക സമാധാനവും സ്വസ്ഥതയും കർത്താവ് തരികയാണ്. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ, പ്രാർത്ഥനകൾ നടക്കുന്ന സമയത്ത് എത്രയോ പേരാണ് ദൈവകൃപയാൽ സ്വസ്ഥതയും സമാധാനവും പ്രാപിച്ച് തിരികെ പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ തലയുടെ ഉള്ളിലൊരു നെരിപ്പോടുമായിട്ടായിരിക്കും വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ തലയ്ക്കകത്ത് ദൈവിക സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ് വെയ്റ്റ്ലെസ്സായി അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകും. ഇത് ചെയ്യാൻ യേശുവിനല്ലാതെ ആർക്ക് സാധിക്കും? അതാണ് മത്തായി സുവിശേഷം 11:28 നമ്മൾ കണ്ടത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഇനി God's healing touches even the heart, the core of your heart. സങ്കീർത്തനങ്ങൾ 147:3 He heals the broken hearted and binds up their wounds. തകർന്ന ഹൃദയങ്ങളെ, ഹൃദയം നുറുങ്ങിയവരെ
അവൻ സൗഖ്യമാക്കുന്നു. അതുപോലെ ഹി ബൈൻഡ്സ് അപ്പ് ദെയർ വൂണ്ട്സ്, അവൻ അവരുടെ മുറിവുകളെ കെട്ടുന്നു. ഞാനിത് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ഹൃദയം ഇന്ന് നുറുങ്ങിയും തകർന്നും തരിപ്പണമായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ പരീക്ഷയിൽ തോറ്റു, ഇൻ്റർവ്യൂവിൽ തോറ്റു, ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, സമ്പാദിച്ച സമ്പാദ്യം മൊത്തം പോയി, എങ്ങനെ സമാധാന സ്വസ്ഥതയുണ്ട്, എങ്ങനെ ജീവിക്കും? പക്ഷെ കർത്താവിൻ്റെ പരിപാടി ഇവിടെ കണ്ട, ഹി ഹീൽസ് ദ ബ്രോക്കൺ ഹാർട്ട് ആൻഡ് ബൈൻഡ്സ് അപ്പ് ദെയർ വൂണ്ട്സ്. ക്രിസ്ത്യൻ ബെർണാഡ് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടത്തിയതെന്നാണ് എൻ്റെ അറിവ്. അത് 1967 അതൊരു വലിയൊരു മാനവ ചരിത്രത്തിൽ തന്നെ ഒരു ഭയങ്കര സംഭവമായിരുന്നു. മെഡിക്കൽ സയൻസിലും ഭയങ്കര സംഭവമാണ്. മനുഷ്യൻ്റെ ഹൃദയം മാറ്റി വേറൊരെണ്ണെടുത്ത് വെക്കുക, എന്നിട്ട് അയാൾ ജീവിക്കുക. എന്നാൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത് ക്രിസ്ത്യൻ ബെർണാഡോ ഇപ്പോഴുള്ള ഹൃദയ രോഗ വിദഗ്ധരോ ഹാർട്ട് സർജൻസോ ഒന്നുമല്ല, കാർഡിയോളജിസ്റ്റുമാരാരുമല്ല, നമ്മുടെ കർത്താവാണ്. കർത്താവ് പറയുന്നത്, കല്ലായ നിൻ്റെ ഹൃദയത്തെ എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു ഹൃദയം, മാംസമായ ഹൃദയം ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് പിടിപ്പിച്ചു തരും. ഇത് എത്രയോ പതിറ്റാണ്ടുകളായി, എത്രയോ നൂറ്റാണ്ടുകളായി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ ബില്യൺസ് ഓഫ് പീപ്പിൾ കർത്താവ് ചെയ്തു. പുതിയൊരു ഹൃദയം കർത്താവിന് തരാൻ കഴിയും. ഇനി ഗോഡ് പ്രൊവൈഡ്സ് ഫോർ അവർ വെൽബീയിങ് ആൻഡ് സസ്റ്റെയിൻസ് അവർ എനർജി ആൻഡ് വൈറ്റാലിറ്റി. നമുക്ക് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി കർത്താവിന് എനർജിയും ജീവനൊക്കെ തരാൻ കഴിയും. 58 ഏശയ്യാവ് 11-ാമത്തെ വചനം, ഏശയ്യാവ് 58:11, The Lord will guide you always. He will satisfy your needs. You will be like a well-watered garden, like a spring whose waters never fail. വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു നന്നായി നനയ്ക്കപ്പെടുന്നൊരു തോട്ടം പോലെ, സ്പ്രിംഗ് ഫൗണ്ടൻ പോലെ ഒക്കെ ദൈവത്തിന് നമ്മളെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കൈനീട്ടാം. കർത്താവേ, എല്ലാവരുടെ അകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ, എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ, പുതിയ ഹൃദയം, ഒരു പുതിയ മനസ്സ് എല്ലാവർക്കും കൊടുക്കുന്നതിനായി നന്ദി. രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ നടക്കട്ടെ. മാർഗരറ്റ് എന്ന പേരിൽ ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കഴുത്തിൻ്റെ വേദന കർത്താവ് മാറ്റും. ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ബ്രെയിൻ റിലേറ്റഡായിട്ട് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ രോഗികളെല്ലാം സൗഖ്യമാകട്ടെ. പുകവലി ശീലത്തിന് ചിലർ പുറത്തു വരുന്നുണ്ടല്ലോ, അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്തൊരാഴ്ച കൂടെ. 7 areas of success in life. God bless you all. See you on Monday. എന്നാൽ ഞായറാഴ്ച നമുക്ക് വീണ്ടും ആരാധനായോഗത്തിലെല്ലാം കാണാം. God bless you. Bye-bye.